കഴിഞ്ഞ ദിവസം ആ വലിയ വീടിന്റെ പൂമുഖം കാത്തിരുന്നത് എന്നത്തെയും പോലെയുള്ള ഒരു പുലരിയായിരുന്നില്ല. മറിച്ച് കണ്ടുനിന്നവരുടെ ചങ്ക് തകർന്നു പോകുന്ന കാഴ്ചകളായിരുന്നു. പുത്തൻ ഉടുപ്പുകൾ ധരിച്ച് കുഞ്ഞു കണ്ണുകളിൽ കറുത്ത കൂളിംഗ് ഗ്ലാസുകളും വെച്ച് കട്ടിലിൽ പുതച്ചുറങ്ങുന്ന 2 കുരുന്നുകൾ. അതിൽ വെറും 2 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ദേഹത്ത് ഒരു ചുവപ്പ് നിറത്തിലുള്ള കുഞ്ഞുടുപ്പും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉടുപ്പായിരിക്കാം അത്. എങ്ങോട്ടെങ്കിലും ദൂരയാത്ര പോകുന്നു എന്ന് പറഞ്ഞായിരിക്കാം അമ്മ അവരെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടാവുക. പക്ഷേ അത് എന്നേക്കുമായുള്ള യാത്രയായിരിക്കുമെന്ന് ആ പിഞ്ചുമക്കൾ അറിഞ്ഞു കാണില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ നിലത്ത് ഒരു ഷോൾ വിരിച്ച് അതിൽ ഷെർവാണി വേഷം ധരിച്ചു കിടക്കുന്ന 14 വയസ്സുകാരൻ. ആ കുടുംബത്തിന്റെ കാവലാളാകേണ്ടിയിരുന്ന മകൻ. ഒരു ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും ഉണരാത്തവണ്ണം മരണത്തിന്റെ തണുപ്പിലേക്ക് അവർ ആണ്ടുപോയിരുന്നു. വീടിന്റെ മറ്റൊരു മുറിയിൽ അമ്മയും മകളും തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. ആ അമ്മമാർക്ക് എങ്ങനെ കഴിഞ്ഞു ഈ പിഞ്ചുമക്കളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ? ഒരുപക്ഷെ തങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് അവർ തനിച്ചായി പോകുമെന്ന ഭയമായിരിക്കാം ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരേ കുടുംബത്തിലെ 5 പേർ, 3 തലമുറകൾ ഒന്നിച്ചില്ലാതായ കാഴ്ച. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അശ്വതി തന്റെ 3 മക്കളെയും അമ്മയെയും കൂട്ടി ഈ വീടിന്റെ താഴത്തെ നില വാടകയ്ക്കെടുക്കുന്നത്. ആരും താമസിക്കാതെ വീട് നശിച്ചുപോകുന്നു എന്ന സാഹചര്യത്തിലാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയ അശ്വതിക്കും കുടുംബത്തിനും വീട്ടുടമ ഈ വീട് നൽകുന്നത്. മൂത്ത മകന്റെ ചികിത്സയ്ക്കായാണ് ഇവർ എറണാകുളത്തേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞിരുന്നത്. വെറും 2 മാസത്തേക്കായിരുന്നു കരാറ്. 2 മാസമായി അവർ അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമുണ്ടായിരുന്നില്ല. ഒരു അജ്ഞാത കുടുംബത്തെ പോലെ അവർ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി. എപ്പോഴെങ്കിലും ഒരു ടാക്സിയിൽ പുറത്തേക്ക് പോകുന്നതും വരുന്നതും മാത്രമാണ് അയൽക്കാർ കണ്ടിട്ടുള്ളത്. മാർച്ച് 20-ന് വീടൊഴിയാമെന്ന് ഇവർ പറഞ്ഞിരുന്നതായും വീട്ടുടമ പറയുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ സഹോദരന്റെ മകൻ അശ്വതിയെയും കുടുംബത്തെയും വിളിക്കാനായി വന്നു. വാതിലിൽ എത്ര കൊട്ടിയിട്ടും മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. വിളപ്പിൽശാല കരോട് സ്വദേശികളായ ശ്രീകുമാരി, മകൾ അശ്വതി, കാർണിവൻ, കാർത്തിവൻ, 2 വയസ്സുകാരി അക്ഷിത എന്നിവരാണ് മരണപ്പെട്ടത്. സംഭവസ്ഥലത്തു നിന്നും അശ്വതി എഴുതിയത് എന്ന് കരുതുന്ന ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ അടുത്തേക്ക് തങ്ങളും പോകുന്നു എന്ന രീതിയിലാണ് കത്തിൽ പറയുന്നത്. എന്തായിരിക്കാം ഇങ്ങനെയൊരു ക്രൂരമായ തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത് എന്ന അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന കഥകളാണ്. ഭർത്താവിന്റെ മരണവും അതിന് പിന്നാലെയുണ്ടായ സ്വത്ത് തർക്കവും അശ്വതിയെ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് വിവരം. അശ്വതിയുടെ ഭർത്താവ് അക്ഷത് കഴിഞ്ഞ ജൂലൈ 17-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇദ്ദേഹം കരൾ രോഗബാധിതനുമായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് അക്ഷത് ആത്മഹത്യ ചെയ്യുന്നത്. ഭർത്താവിന്റെ മരണത്തിന് കാരണം താനാണെന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നതായും കുറിപ്പിൽ അശ്വതി പറയുന്നുണ്ട്. പൂവച്ചലിലെ ഭർത്തൃവീട്ടിലായിരുന്നു അശ്വതിയും മക്കളും താമസിച്ചിരുന്നത്. അക്ഷതിന്റെ മരണശേഷം അശ്വതിയും ഭർത്താവിന്റെ അമ്മ ഉഷയുമായി വസ്തുസംബന്ധമായ തർക്കങ്ങളുണ്ടായിരുന്നു. മകന്റെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വിട്ടുനൽകണമെന്ന ആവശ്യവുമായി ഉഷ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒരു വശത്ത് പ്രിയപ്പെട്ടവന്റെ വിയോഗം, മറുവശത്ത് കൂടെ നിൽക്കേണ്ടവരുടെ പീഡനങ്ങളും കുറ്റപ്പെടുത്തലുകളും. ഇതിനിടയിൽ 3 പിഞ്ചുമക്കളെയും ചേർത്ത് പിടിച്ച് ആ അമ്മ വീട് വിട്ടിറങ്ങുകയായിരുന്നു. തിരുവനന്തപുരം വിളപ്പിൻശാലയിലെ നാട്ടുകാർക്കും അശ്വതിയും കുടുംബവും എന്നും അപരിചിതരായിരുന്നു. വിളപ്പിൽശാല കരോട് കനകവിഹാറിലായിരുന്നു ഇവരുടെ കുടുംബ വീട്. 15 വർഷങ്ങൾക്ക് മുൻപ് അശ്വതിയുടെ പേരിൽ വാങ്ങിയ ആ തകര ഷീറ്റിട്ട വീട്ടിൽ സ്ഥിരമായി താമസിച്ചിരുന്നത് അമ്മ ശ്രീകുമാരി മാത്രമായിരുന്നു. ഇടയ്ക്ക് അശ്വതിയും ഭർത്താവും മക്കളും അവിടെ വന്നു പോകുമായിരുന്നു. അപ്പോഴാണ് അയൽവാസികൾ ആ 3 കുട്ടികളെയും കാണാറുള്ളത് പോലും. ആ കുഞ്ഞുമക്കളുടെ മരണം കേട്ടറിഞ്ഞ വിളപ്പിൻശാലയിലെ നാട്ടുകാരും ഇന്ന് വലിയ ദുഃഖത്തിലാണ്. അശ്വതിയുടെ പിതാവ് കുടുംബവുമായി വർഷങ്ങളായി അകന്നു കഴിയുകയുമാണ്. സഹോദരനുള്ളത് മറ്റൊരു സ്ഥലത്താണ്. ചുരുക്കത്തിൽ ആരും സഹായത്തിനില്ലാത്ത തികച്ചും ഒറ്റപ്പെട്ടുപോയ ഒരവസ്ഥയിലായിരുന്നു അശ്വതിയും കുടുംബവും.